Once again, welcome back to KC's Classes. KC's Classes-ന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom തേർഡ് സെമസ്റ്റർ സ്റ്റുഡൻസിന്റെ വൺ ടൈം സപ്ലിമെന്ററി എക്സാം 2014-15-16 നടക്കാൻ പോവാണ്. സോ 14-15 അഡ്മിഷൻ സ്റ്റുഡൻസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള പ്രോബ്ലം പേപ്പറാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്. ഇപ്പോഴും ഒരുപാട് കുട്ടികൾ പാസ്സാകാണ്ട് നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് ആണ്. സോ നമ്മൾ ഓൺലൈനായിട്ട് എക്സാം ഓറിയന്റഡ് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു സബ്ജക്റ്റിന്. അപ്പോൾ ഒരുപാട് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് വന്നുള്ളൊരു റിക്വസ്റ്റ് ആയിരുന്നു ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് പഴയ അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ സിലബസ് ആയതുകൊണ്ട് തന്നെ യൂട്യൂബിലൊന്നും അവൈലബിൾ അല്ല. അപ്പോൾ അങ്ങനെ റിക്വസ്റ്റ് പ്രമാണിച്ച് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് 2014-15 അഡ്മിഷൻ സ്റ്റുഡൻസിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BCom BBA എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസ്സിൻ്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അഡ്മിഷൻ്റെയും ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കോർപ്പറേറ്റ് അക്കൗണ്ടിങ് വലിയൊരു പേപ്പറാണ്. എസ്പെഷ്യലി പഴയ അഡ്മിഷൻ സ്റ്റുഡൻസിന് ഒരുപാട് പഠിക്കാനുണ്ട് കമ്പയറിങ് വിത്ത് ഇപ്പോഴുള്ള കുട്ടികളെ. ഇപ്പോഴുള്ള കുട്ടികൾക്ക് ഉള്ള പോർഷൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, നിങ്ങൾക്ക് ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ 5 മൊഡ്യൂളായിട്ട് തന്നെ ആസ് യൂഷ്വൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ മൊഡ്യൂള് ഷെയർ ക്യാപിറ്റലിൻ്റെ ബേസിക്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഷെയർ, ഡിബഞ്ചർ അതൊക്കെ വരുന്നത്, റിഡംഷനും ഒക്കെ ഉണ്ട്. ദെൻ പിന്നെ ഫൈനൽ അക്കൗണ്ട് ആണ് പിന്നെ രണ്ടാമത്തെ മൊഡ്യൂള്. പിന്നെ അമാൽഗമേഷൻ ഏറ്റവും വലിയ മൊഡ്യൂൾ, ഇപ്പോൾ അതൊന്നും ഇല്ല. ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ, ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ബാങ്കിങ് കമ്പനീസ്, ദെൻ ഇൻഷുറൻസ് കമ്പനീസ്. ഇങ്ങനെ 5 മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ ഏറ്റവും കൂടുതൽ ചോദ്യത്തിനുള്ള മറുപടി ആദ്യം തന്നെ നൽകുന്നു. ഏതൊക്കെയാണ് essay ടോപ്പിക്സ്? അപ്പോൾ സാധാരണ നമുക്കറിയാം 3 essay ചോദ്യങ്ങളാണ് വരുന്നത്. അതിൽ 2 ആൻസർ ചെയ്യണം. ഒരു ചോദ്യത്തിന് 15 മാർക്ക്. അപ്പോൾ 3 essay ചോദ്യമായിട്ട് കമ്പൽസറി ആയിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന നമ്പർ 1 ബാങ്കിങ് കമ്പനീസ്. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ബാങ്കിങ് കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. നമ്പർ 2 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ. അമാൽഗമേഷൻ്റെ ഒരു പ്രോബ്ലം വരാറുള്ളതാണ്. അമാൽഗമേഷൻ ദി നേച്ചർ ഓഫ് പർച്ചേസ്, മെർജർ, ഇതിലേതെങ്കിലും ഒരെണ്ണം വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലം ആണ് വരാറ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു essay ക്വസ്റ്റ്യൻ. ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. ദെൻ പിന്നെ ഇൻഷുറൻസ്. ഈ 3 ടോപ്പിക്സിൽ നിന്നാണ് essay കണ്ടുവരാറ്. ചില സമയത്ത് മാത്രം നിങ്ങളുടെ ഭാഗ്യം പോലെ ചിലപ്പോൾ ഒരു ഫൈനൽ അക്കൗണ്ട് ഇടാം. സാധാ ഫൈനൽ അക്കൗണ്ട് വരുന്ന വളരെ കുറവാണ്. അതുപോലെ തന്നെ ഷെയറിൻ്റെ കൂടുതൽ നമ്മൾ 4 മാർക്കിൻ്റെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ കമ്പൽസറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത് അമാൽഗമേഷൻ, ബാങ്കിങ് കമ്പനി, ഇൻഷുറൻസ്. ഇതിൽ നിന്ന് 2 ടോപ്പിക്സ്. 2 പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ പറയും ഏറ്റവും എളുപ്പമുള്ളത് ബാങ്കിങ് കമ്പനി, പിന്നെ അമാൽഗമേഷനും കുഴപ്പമില്ല, ഇൻഷുറൻസും കുഴപ്പമില്ലാത്തതാണ്. ബാങ്കിങ് പഠിച്ച ഇൻഷുറൻസും ഈ പറഞ്ഞ പോലെ എളുപ്പമുള്ള തന്നെയാണ്. അപ്പോൾ എന്നാലും ഏറ്റവും സൂപ്പർ എന്ന് പറയുന്നത് അമാൽഗമേഷൻ ആൻഡ് ബാങ്കിങ് കമ്പനി ചോയ്സസ് ആണ്. അപ്പോൾ ഇതാണ് essay പറയാനുള്ളത്. ഇനി നമുക്ക് 2 മാർക്സ് ഉണ്ട്, അതുപോലെ തന്നെ 4 മാർക്സ് ഉണ്ട്, പിന്നെ 15 മാർക്കിൻ്റെ essay ഉണ്ട്. അപ്പോൾ 2 മാർക്സിൽ നമുക്ക് വരുന്നത് മുഴുവൻ ഈ പറയുന്ന പോലെ ഷോർട്ട് ചോദ്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ചാപ്റ്ററിൻ്റെയും ബേസിക്സ് റിപ്പീറ്റ് ആയിട്ടാണ് എസ്പെഷ്യലി നിങ്ങളുടെ അഡ്മിഷനിലൊക്കെ വരാം. അപ്പോൾ പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ ചാപ്റ്ററിലും എന്താണെന്നുള്ള ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. അതൊക്കെ കവർ ചെയ്യാൻ ശ്രമിക്കുക. ഒരു 10-20 വരും. അത് പഠിച്ചാൽ തന്നെ ഡയറക്റ്റ് നിങ്ങൾക്ക് 2 മാർക്സിൻ്റെ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ദെൻ ഈ പറയുന്ന 4 മാർക്സിലാണെങ്കിലും 8 ചോദ്യങ്ങളിൽ 4 തിയറിയും 4 പ്രോബ്ലംസാണ്. അപ്പോൾ ഈ തിയറി ചോദ്യങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ഡിറക്റ്റാണ് വരുന്നത്. അതും നമുക്ക് പിക്ക് ചെയ്ത് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രോബ്ലംസ് ആണെങ്കിൽ ഈ ബാക്കി 4 വരുന്നത് ഷെയറിൽ നിന്ന്, ദെൻ റിഡംഷൻ ഓഫ് പ്രിഫറൻസ്, അത് അങ്ങനെയുള്ള ബേസിക് നമ്മൾ ആദ്യം കാണുന്ന ഏരിയാസ്. പിന്നെ ബാങ്കിങ് കമ്പനിയിൽ റിപ്പീറ്റ് ആയിട്ട് വരുന്ന റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്,
അങ്ങനത്തെ കുറച്ച് ടോപ്പിക്കുകൾ. അപ്പോൾ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പിക്ക് ചെയ്ത് പഠിക്കുക ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്നവർ. ഓക്കെ, അപ്പോൾ ഞാൻ എസ് എ ടോപ്പിക്സ് ഇതൊക്കെയാണെന്ന് പറഞ്ഞു. ബട്ട് 2 മാർക്സ് 5 മാർക്സ് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് ആദ്യത്തെ മൊഡ്യൂളാണ്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക ഫസ്റ്റ് മൊഡ്യൂൾ. കാരണം അതിൽ നിന്ന് 2 മാർക്കിൻ്റെയും 4 മാർക്കിൻ്റെയും ഒരുപാട് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് എനിക്ക് പറയാനുള്ള. എസ് എ പറഞ്ഞു ഞാൻ 2 and 4 മാർക്സ് ഏറ്റവും കൂടുതൽ വരുന്നത് ആദ്യത്തെ ഏരിയയിൽ നിന്നും, പിന്നെ എസ് എ വരുന്നത് ലാസ്റ്റ് ഏരിയാസിൽ നിന്നുമാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ പഠനം ആരംഭിക്കേണ്ടത് നിർബന്ധമായും അതുകൊണ്ട് തന്നെ ആദ്യത്തെ മൊഡ്യൂൾ വെച്ചിട്ടാണ്. അത് നമ്മുടെ പിടിവള്ളിയാണ്. സോ മൊഡ്യൂൾ നമ്പർ 1 അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റൽ 2 മാർക്സിൻ്റെ ചോദ്യങ്ങൾ നിർബന്ധമായും ഒരുപാട് എക്സ്പെക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു 4 മാർക്കിൻ്റെ പ്രോബ്ലം 4 മാർക്കിൻ്റെ തിയറീസും വരുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ പ്ലസ് 2 പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യം കമ്പനിയുടെ ബേസിക്സ്. അപ്പോൾ അതിൽ കമ്പനി എന്താണ് നിർബന്ധമായും നോക്കുക. അതിനുശേഷം പലതരത്തിലുള്ള കമ്പനീസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരാം. ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി കമ്പനി എന്താണ്, അതുപോലെ തന്നെ പബ്ലിക് കമ്പനി, അതുപോലെ തന്നെ ലിമിറ്റഡ് കമ്പനി, ഇതൊക്കെ 2 മാർക്കിന് വരാറുണ്ട്, നോക്കി വയ്ക്കുക. ദെൻ അതിനുശേഷം ക്യാപിറ്റലിൽ തന്നെ പല കാറ്റഗറൈസേഷൻ ഉണ്ട്. ഓതറൈസ്ഡ്, ഇഷ്യൂഡ്, സബ്സ്ക്രൈബ്ഡ്, കോൾഡ് അപ്പ്, പെയ്ഡ് അപ്പ്, റിസർവ് ക്യാപിറ്റൽ, ഇതൊക്കെ നോക്കിയിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം 2 മാർക്കിന് വരാറുണ്ട്. എസ്പെഷ്യലി സബ്സ്ക്രൈബ്ഡ് ക്യാപിറ്റൽ എന്താണ്, റിസർവ് ക്യാപിറ്റൽ എന്താണ്, ക്യാപിറ്റൽ റിസർവും റിസർവ് ക്യാപിറ്റലും തമ്മിലുള്ള ഡിഫറൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് എന്താണ്, റിസർവ് ക്യാപിറ്റലും ക്യാപിറ്റൽ റിസർവിൻ്റെയും കൺസെപ്റ്റ്. അപ്പോൾ ഇതൊക്കെ 2 മാർക്കിന് വരുന്നതാണ്. ദെൻ നെക്സ്റ്റ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, 2 മാർക്കിൻ്റെ ചോദ്യം. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ ചിലപ്പോൾ മാത്രമാണ് വരാറ്. ദെൻ ഇക്വിറ്റി ഷെയർ എന്താണെന്ന് നോക്കണം. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് സ്വെറ്റ് ഇക്വിറ്റി ഷെയർസ് എന്താണ്, 2 മാർക്സിൻ്റെ റിപ്പീറ്റ് ആണ്, ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത്. പിന്നെ ഷെയറും സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട് നോക്കാം. ദെൻ അതിന് ശേഷം നമുക്ക് ഇഷ്യൂ ഷെയർസ് ആണ്. ഇഷ്യൂ ഷെയർസിൻ്റെ പ്രോബ്ലം 5 മാർക്കിൻ്റെ 4 മാർക്കിൻ്റെ കമ്പൽസറി ആണ്. ജേണൽ എൻട്രി പഠിക്കുക, അഡ്ജസ്റ്റ്മെന്റ്സ് പഠിക്കണം. അതിലോട്ട് പോണേക്കാൾ മുമ്പ് മറ്റൊരു ചോദ്യങ്ങളുണ്ട്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ, ഇസോപ്പ്, ഈ സ്വെറ്റ് ഇക്വിറ്റിയും ഇസോപ്പ് ഇത് രണ്ടും മാറി മാറി വരാറുള്ളതാണ് കേട്ടോ. അപ്പോൾ ജേണൽ എൻട്രി നിർബന്ധമായും പഠിച്ചു വയ്ക്കുക. 4 മാർക്കിൻ്റെ ഒരു പ്രോബ്ലം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ ഇത് വെച്ചിട്ട് 2 മാർക്കിൻ്റെയും ചിലപ്പോൾ സിമ്പിൾ പ്രോബ്ലംസ് വരാറുണ്ട്. ഇനി 2 മാർക്സിൻ്റെ കോൾസ് ഇൻ അരിയേഴ്സ് എന്താണ്, കോൾസ് ഇൻ അഡ്വാൻസ് എന്താണ്, നിർബന്ധമായും പഠിക്കണം. ഓവർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, അണ്ടർ സബ്സ്ക്രിപ്ഷൻ എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താണ്, 3ഉം പഠിക്കണം. 2 മാർക്കിൻ്റെ വരുന്ന ടോപ്പിക്സ് ആണ് അതൊക്കെ മാറി മാറി. പ്രോറാറ്റ അലോട്ട്മെന്റ് എന്താണ്, പാർഷ്യൽ അലോട്ട്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു പേരാണ്, നിർബന്ധമായും പഠിക്കണം. ഇത് അഡ്ജസ്റ്റ്മെന്റ് മാത്രമല്ല, ഇതൊക്കെ തിയറിക്ക് 2 മാർക്സിൻ്റെ വരും കേട്ടോ. ദെൻ പിന്നെ ഇഷ്യൂ ഷെയർസ് അറ്റ് പ്രീമിയം, പാർ, ഡിസ്കൗണ്ട്, ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നോക്കണം. അതൊക്കെ പ്രോബ്ലം പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. ദെൻ ഫോർ ഫീച്ചർ ഓഫ് ഷെയർസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം. റീഷ്യോ ഷെയർസ് എന്താണ്, 2 മാർക്സിൻ്റെ ചോദ്യം. അത് പ്രോബ്ലത്തിലും വരും. അതുപോലെ തന്നെ അതിൻ്റെ തിയറിയും പഠിച്ചിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ഈ ഏരിയാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2 മാർക്കിൻ്റെ എന്തായാലും ഇതിൽ നിന്നൊരു 2-3 ചോദ്യങ്ങൾ വരും. 4 മാർക്കിൻ്റെ പ്രോബ്ലം വരും, തിയറിയും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ദെൻ സറണ്ടർ ഓഫ് ഷെയർസ് എന്താണ്, 2 മാർക്സ് പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ അടുത്ത ടോപ്പിക്കിലോട്ട് പോവുകയാണ്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്. അതിൽ നിന്ന് തിയറിയും വരാറുണ്ട്, അതുപോലെ തന്നെ പ്രോബ്ലം വരാറുണ്ട്. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ് എന്താണ്, നമുക്ക് തിയറി എക്സ്പെക്ട് ചെയ്യാം, പഠിച്ചിരിക്കണം. പിന്നെ അതിനുശേഷം റിഡംഷൻ ഓഫ് ഷെയർസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സിമ്പിളായിട്ടുള്ള പ്രോബ്ലം 4 മാർക്കിൻ്റെ പ്രതീക്ഷിക്കാം. ജേണൽ എൻട്രി പഠിക്കുക, തിയറിയും പഠിക്കണം, അതുപോലെ തന്നെ ജേണൽ എൻട്രിയും പഠിക്കണം. ഓക്കെ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ, ഐ റിപ്പീറ്റ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ തിയറിയും പഠിക്കണം, അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലം പഠിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഏരിയ. അതിൽ CRR എന്താണെന്നുള്ളത് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്താണെന്ന് മാത്രം ഒന്ന് പഠിച്ചു വയ്ക്കുക. 2 മാർക്സിൻ്റെ കണ്ടുവരാറ്, അതല്ലാണ്ട് വേറെ ഒന്നും അതിൽ നിന്ന് കണ്ടുവരാറില്ല. പിന്നെ നെക്സ്റ്റ് റിഡംഷൻ്റെ ഇഷ്യൂ ഡിബഞ്ചേഴ്സിൻ്റെ ഇഷ്യൂ ആൻഡ് റിഡംഷൻ ആണ്. അതിൽ നിങ്ങൾ ആദ്യം ഇഷ്യൂ പഠിച്ചു വയ്ക്കുക. റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് കുറച്ചുകൂടി ലെങ്തി, അതുകൊണ്ട് അത് അവസാനം പഠിക്കാനാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. ഇഷ്യൂ ഓഫ് റിഡംഷൻ ആദ്യം പഠിച്ചു വയ്ക്കുക. റിഡംഷൻ്റെ ഇഷ്യൂ, അതിൽ ഈ പറയുന്ന ഷെയറും ഡിബഞ്ചേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് പഠിക്കണം. അതുപോലെ തന്നെ പലതരത്തിലുള്ള ഡിബഞ്ചേഴ്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം
ചോദിക്കാറുണ്ട്. ഈ പറയണ പോലെ കൺവെർട്ടബിൾ ഡിബഞ്ചേഴ്സ് എന്താണ്, അൺസെക്യൂർഡ് ഡിബഞ്ചേഴ്സ്, സെക്യൂർഡ് ഡിബഞ്ചേഴ്സ്, ബെയറർ ഡിബഞ്ചേഴ്സ്, അതൊക്കെ നോക്കി വയ്ക്കുക. പിന്നെ കണ്ടീഷൻസ്, ഈ പറയുന്ന ഡിബഞ്ചേഴ്സിൻ്റെ തിയറി ഉണ്ട്, ബേസിക് തിയറി, അതും നോക്കി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കൂടുതൽ ഇഷ്യൂവിൽ നിന്നാണ് നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് ഈ ഡിബഞ്ചേഴ്സിൽ. അതിൻ്റെ റിഡംഷനും ഉണ്ട്. റിഡംഷൻ നിങ്ങൾക്ക് അവസാനം നോക്കാം. ആദ്യം പഠിക്കുന്ന സമയത്ത് ഈ പറയുന്ന ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസും അതിൻ്റെ തിയറിയും പഠിച്ചു വയ്ക്കുക കേട്ടോ. സോ ദാറ്റ്സ് അബൌട്ട്. ഇതിനൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ, 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾ മാറി മാറി വരുന്നതാണ്. റിഡംഷൻ ആണെങ്കിൽ കുറച്ചും കൂടിയും എന്താണ് ലെങ്തി ആണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ലാസ്റ്റ് പഠിച്ചാൽ മതി. അപ്പോൾ ഇത്ര ടോപ്പിക്സ് നമുക്ക് ആദ്യത്തെ മൊഡ്യൂളിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്താ, ഷെയറിൻ്റെ ബേസിക്സ്, റിഡംഷൻ ഓഫ് പ്രിഫറൻഷ്യൽസ്, അതിൻ്റെ ബേസിക് തിയറി, ബൈബാക്ക് എന്താണ് അതിൻ്റെ ബേസിക് തിയറി നോക്കുക, ഇഷ്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് ആദ്യം പഠിച്ചു വയ്ക്കുക, അതിൻ്റെ തിയറി നോക്കുക. ഓക്കെ, ഇതിൽ നിന്ന് തന്നെ ശരിക്കും പറഞ്ഞാൽ നല്ലോണം മാർക്കായി അവിടെ. കാരണം ഈ ഒറ്റ മൊഡ്യൂളിൽ ഇത്ര ടോപ്പിക്സിൽ നിന്ന് ഒരു 5 എണ്ണം 2 മാർക്കിൻ്റെ വരും. അപ്പോൾ അതിനെ 10 മാർക്കായി. ദെൻ 4 മാർക്കിൻ്റെ ഒരു 2 പ്രോബ്ലം തിയറി, ഒരു 4 3 12 മാർക്ക്, അത് 10-22 മാർക്ക്. പിന്നെ 1 വേർഡ് ചോദ്യം വേറെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 മാർക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഒരു എസ്സേയും കൂടി ഇട്ടാൽ അത് വേറെ ലെവലായി. മിനിമം ഞാൻ പറഞ്ഞ 25 മാർക്കിൻ്റെ അടുത്ത് ആദ്യത്തെ മൊഡ്യൂളിൽ നിന്ന് വരും. ഓക്കെ, ഈ എല്ലാ കണ്ടൻസിനും കൂടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ അത് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് മൊഡ്യൂൾ നമ്പർ 2 ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ലിമിറ്റഡ് കമ്പനീസ് ആണ്. അപ്പോൾ അതിൽ നമ്മുടെ സാധാരണ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പറേഷനാണ്. അത് ചിലപ്പോഴാണ് വരാം. അതിനേക്കാൾ ഉപരി അപ്പുറത്ത് ബാങ്കിങ് കമ്പനി ഉള്ളതുകൊണ്ട്. ബട്ട് നമ്മൾ ആദ്യം തന്നെ ഫൈനൽ അക്കൗണ്ട് പഠിക്കുമ്പോൾ ഇത് പഠിച്ചിരിക്കണം. സാധാരണ കമ്പനിയുടെ ഫൈനൽ അക്കൗണ്ട് കേട്ടോ. ഓക്കെ, ഇനി അതിൽ നിന്ന് ചിലപ്പോൾ മാത്രമാണ് കണ്ടുവരാറ്. ഞാൻ പറഞ്ഞു വരാം, കൂടുതൽ ഞാൻ പറഞ്ഞ അതിന് വരുന്നുണ്ടെങ്കിൽ എസ്സേ ഉള്ളോ, വേറെ ഒന്നുമില്ല അതിൽ നിന്ന് വരാൻ. ഈ മൊഡ്യൂൾ നമ്പർ 3 അക്കൗണ്ടിങ് ഫോർ അമാൽഗമേഷൻ ആൻഡ് ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്. എന്താണ് അമാൽഗമേഷൻ? 2 മാർക്സ് ചോദ്യം. ട്രാൻസ്ഫർ കമ്പനി എന്താണ്? ട്രാൻസ്ഫറി കമ്പനി എന്താണ്? 2 മാർക്സ് ചോദ്യം. അമാൽഗമേഷൻ ഇൻ ദി നേച്ചർ ഓഫ് മെർജർ തിയറി പഠിച്ചിരിക്കണം. പൂളിംഗ് ഓഫ് ഇൻട്രസ്റ്റ് മെത്തേഡ് ഉണ്ട്, അതിൽ നേച്ചർ ഓഫ് പർച്ചേസ് ഉണ്ട്, അതുപോലെ തന്നെ മെർജർ ഉണ്ട്, അതിൻ്റെ തിയറി നോക്കിയിരിക്കണം. നമുക്ക് 2 മാർക്കിൻ്റെ ചോദിക്കാം, 4 മാർക്കിൻ്റെ ചോദിക്കാം. ഓക്കെ, ദെൻ പിന്നെ പർച്ചേസ് കൺസിഡറേഷൻ എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. അതിൻ്റെ മെത്തേഡ്സ് ചോദിക്കാം, 4 മാർക്കിൻ്റെ ചോദിക്കും തിയറി ആയിട്ട്. പിന്നെ നമുക്ക് പർച്ചേസ് കൺസിഡറേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രോബ്ലംസ് ചെറിയ മാർക്കിന് ചോദിക്കാറുണ്ട്, നിർബന്ധമായും പഠിക്കണം. പിന്നെ എസ്സേ ആണ്, ഞാൻ പറഞ്ഞു കമ്പൽസറി എസ്സേ ആണ്. മെർജറോ അല്ലെങ്കിൽ പർച്ചേസോ ഏതെങ്കിലും ഒരു മെത്തേഡ് വെച്ചിട്ടുള്ള ഒരു എസ്സേ നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. അപ്പോൾ ട്രാൻസ്ഫർ കമ്പനി, ട്രാൻസ്ഫറി കമ്പനി, പർച്ചേസ് കൺസിഡറേഷൻ, ഇതൊക്കെ 2 മാർക്കിൻ്റെ ചോദ്യത്തിൽ റിപ്പീറ്റ് ആണ്. തിയറി ഒക്കെ നോക്കണം. ഈ പർച്ചേസ് കൺസിഡറേഷൻ്റെ മെത്തേഡ്സ് നോക്കിയിരിക്കണം. പിന്നെ അമാൽഗമേഷൻ, അതിൽ ഞാൻ ആദ്യം പറഞ്ഞ മെർജറും പർച്ചേസിൻ്റെയും ഒക്കെ തിയറി നിർബന്ധമായും നോക്കിയിരിക്കണം. റിപ്പീറ്റ് ആണ് കേട്ടോ, ഒക്കെ 2 മാർക്കിനും വരുന്നതാണ്. പിന്നെ എസ്സേ ഞാൻ പറഞ്ഞത് കമ്പൽസറി എസ്സേ. ഓക്കെ, എസ്സേ പഠിച്ച് അവസാനിപ്പിക്കുന്ന വലിയൊരു ടോപ്പിക്കാണ്. അത്യാവശ്യം ടൈം എടുത്ത് പഠിക്കേണ്ട ഒരു മൊഡ്യൂളാണ് അമാൽഗമേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് നമുക്ക് ഫൈനൽ അക്കൗണ്ട് ഓഫ് ബാങ്കിങ് കമ്പനീസ് ആണ്. ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂൾ. കമ്പൽസറി എസ്സേ ചോദ്യം. ബാങ്കിങ് കമ്പനി നിർബന്ധമായും പഠിച്ചിരിക്കണം, ബാങ്കിങ് കമ്പനിയുടെ എസ്സേ. അതുപോലെ തന്നെ നമുക്കതിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന മറ്റ് ടോപ്പിക്സ് എന്ന് പറയുന്നത് കുറച്ച് ടേമുകളുണ്ട്. അതിലായി തന്നെ സ്ലിപ്പ് സിസ്റ്റം എന്താണ്? 2 മാർക്സിൻ്റെ ചോദ്യം. സ്ലിപ്പ് സിസ്റ്റം 2 മാർക്കിൻ്റെ പലപ്പോഴും വരാറുള്ളതാണ്. NPA എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. NPA. ദെൻ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് എന്താണ്? അതിൻ്റെ കമ്പൽസറി പ്രോബ്ലം 4 മാർക്കിൻ്റെ നിർബന്ധമായും പഠിച്ചിരിക്കണം. റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ. SLR എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. CRR എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. റിപ്പീറ്റ് ആണ്. അപ്പോൾ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടിൻ്റെ പ്രോബ്ലം നിർബന്ധമായും പഠിക്കണം. ഇനി നെക്സ്റ്റ് ഞാൻ പറഞ്ഞു NPA പഠിക്കണം. അതുപോലെ തന്നെ അതിൽ സ്റ്റാൻഡേർഡ് അസറ്റ്സ്, സബ്സ്റ്റാൻഡേർഡ് അസറ്റ്സ്, ഡൗട്ട്ഫുൾ അസറ്റ്സ്,
ഇതൊക്കെ എന്താണെന്നുള്ളത് 2 മാർക്കും ചോദിക്കാം. പിന്നെ അതിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ പറയുന്ന എന്താണ് സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, അതിൻ്റെ പ്രോബ്ലം, പ്രൊവിഷൻ എത്ര മാറ്റി വയ്ക്കണം എന്നുള്ളത് അതും ചോദിക്കാം. ഒന്നുകിൽ റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ്, അതല്ലെങ്കിൽ ഇപ്പോൾ ഇതും ചോദിക്കുന്നത്. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറിയിട്ടാണ് വരുന്നത്. കൂടുതൽ ഇമ്പോർട്ടൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് തന്നെയാണ്. ഓക്കെ, അപ്പോൾ അതാണ് മറ്റൊരു ചോദ്യം. അപ്പോൾ നമ്മൾ ബാങ്കിങ് കമ്പനിയിൽ നിന്ന് ഒരു എസ്സേ, റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡിൻ്റെ പ്രോബ്ലം, അതുപോലെ തന്നെ ഈ സബ് സ്റ്റാൻഡേർഡ് അസെറ്റ്സ്, NPA, ഇതിൻ്റെയൊക്കെ തിയറിയും അതിനെ റിലേറ്റ് ചെയ്തുള്ള പ്രോബ്ലം, പ്രൊവിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളത് പഠിക്കണം. SLR, CRR, NPA, അതിൻ്റെയൊക്കെ തിയറി നോക്കി വയ്ക്കുക. ദാറ്റ്സ് അബൌട്ട് ബാങ്കിങ് കമ്പനി കമ്പൽസറി എസ്സേ. ദെൻ ഫൈനൽ അക്കൗണ്ട്സ് ഓഫ് ഇൻഷുറൻസ് ആണ്. ഇതും ഒരു 3 എണ്ണത്തിൽ ഒരെണ്ണമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. റവന്യൂ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനാണ് സാധാരണ ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് കൂടുതൽ കണ്ടുവരാറ് കേട്ടോ. റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ ഇൻഷുറൻസിൻ്റെ, അത് മാത്രമാണ് അതിൽ പറയാനുള്ളൂ. പിന്നെ അതിൽ പല ടീമുകളുണ്ട്. ആന്വിറ്റി എന്താണ്? 2 മാർക്കിൻ്റെ ചോദ്യം. ക്ലെയിംസ് എന്താണ്? 2 മാർക്ക് ചോദ്യം. സറണ്ടർ വാല്യൂ 2 മാർക്കിൻ്റെ ചോദ്യം. റീ ഇൻഷുറൻസ് എന്താണ്? 2 മാർക്സ്. ഡബിൾ ഇൻഷുറൻസ് എന്താണ്? 2 മാർക്സ്. പിന്നെ നമുക്കിപ്പോൾ ഇതിൽ ചെറിയ പ്രോബ്ലം ഉള്ളത് ഈ റീ ഇൻഷുറൻസ് സെഡഡ് എന്താണ്? റീ ഇൻഷുറൻസ് ആക്സെപ്റ്റഡ് എന്താണ്? ഇതിൻ്റെയൊക്കെ കൺസെപ്റ്റ് നോക്കണം. ഓക്കെ, പിന്നെ റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ ആണ്. വാല്യുവേഷൻ ബാലൻസ് ഷീറ്റ് റിപ്പീറ്റ് ആയിട്ട് അങ്ങനെ കണ്ടിട്ടില്ല ഇതിൽ നിന്ന്. അതിലുള്ളത് പിന്നെ അതാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നത് റവന്യൂ അക്കൗണ്ട് പ്രിപ്പറേഷൻ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ടേമുകൾ ഇതിൽ ഞാൻ ഈ പറഞ്ഞ ആന്വിറ്റി എന്താണ്, അതുപോലെ തന്നെ റീ ഇൻഷുറൻസ്, ഡബിൾ ഇൻഷുറൻസ്, റിവിഷണറി ബോണസ്, ഈ ടേമുകളൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തം 5 മൊഡ്യൂളിനെ ഒന്ന് സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഉള്ളത്. അപ്പോൾ 2 മാർക്ക്. പിന്നെ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയത്. അമാൽഗമേഷനിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ ഉണ്ട്, എക്സ്റ്റേണൽ റീകൺസ്ട്രക്ഷൻ. അതിൽ ഇന്റേണൽ റീകൺസ്ട്രക്ഷൻ്റെ തിയറി നോക്കി വയ്ക്കണം. അപ്പോൾ എല്ലാ ചാപ്റ്ററിലെയും ബേസിക് തിയറികൾ പഠിച്ചു വയ്ക്കുക. 2 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ 4 മാർക്കിൻ്റെ 4 ചോദ്യങ്ങളും കിട്ടും. ഓക്കെ, തിയറി ഉള്ളത്. പിന്നെ പ്രോബ്ലത്തിൽ ഞാൻ പറഞ്ഞു റിബേറ്റ് ഓൺ ബിൽസ് ഡിസ്കൗണ്ടഡ് 4 മാർക്കിൻ്റെ പ്രോബ്ലം വരുന്നതാണ്. റിപ്പീറ്റ് ഷെയറിൽ നിന്ന് പ്രോബ്ലം, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസിൻ്റെ പ്രോബ്ലം, അതിൻ്റെ തിയറിയും വരാറുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ തന്നെ പ്രോബ്ലംസ് കിട്ടി എന്നുള്ളതാണ്. 8 ചോദ്യത്തിൽ 4 പ്രോബ്ലംസ് ഉള്ളതിൽ ഒരു പ്രോബ്ലം എന്തായാലും ഡിഫിക്കൽട്ട്, 1 2 ചിലപ്പോൾ ഡിഫിക്കൽട്ടായിട്ട് വരും. 3 എസ്സേ ഇരുന്നതിൽ ഒരു എസ്സേ വളരെ ടഫസ്റ്റ് ആയിട്ടായിരിക്കും, 2 എണ്ണം കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ അത് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ 1 ടൈം സപ്ലിമെൻ്ററി ആയതുകൊണ്ട് തന്നെ ഇത് ഈസി ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അങ്ങനെ വിചാരിച്ച് പോരുത്. ടഫ് തന്നെ ആയിരിക്കും എന്ന് വെച്ച് പോവുക. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികൾ ഫസ്റ്റ് മൊഡ്യൂൾ കമ്പൽസറി ആയിട്ട് ആദ്യം പഠിക്കുക. കാരണം കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്, നല്ലോണം മാർക്സും വരും ആ ടോപ്പിക്സ്. അതിനുശേഷം നിങ്ങൾ നെക്സ്റ്റ് പഠിക്കേണ്ടത് ബാങ്കിങ് കമ്പനിയാണ്. ഫസ്റ്റ് മൊഡ്യൂൾ പഠിച്ച് കഴിഞ്ഞാൽ ബാങ്കിങ് കമ്പനി പഠിക്കുക. കാരണം എസ്സേ ഉണ്ട്, 2 മാർക്സ് ഉണ്ട്, 4 മാർക്സ് ഉണ്ട്, എല്ലാതും വരുന്നതാണ്. ഓക്കെ, അതിനുശേഷം അമാൽഗമേഷൻ പഠിക്കുക, വലിയ മൊഡ്യൂളാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ഈ പറയുന്ന ബാലൻസ് ഉള്ള ഇൻഷുറൻസ്, ഫൈനൽ അക്കൗണ്ടൊക്കെ ചിലപ്പോഴാണ് വരാറുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വേറെ എസ്സേ ഉണ്ട്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട് ബേസിക്സ് ആണ്, നിങ്ങൾക്ക് എന്തെങ്കിലും അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പം നിങ്ങൾ ഓൾറെഡി സെക്കൻഡ് സെമസ്റ്ററിലും പഠിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതാണ് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊത്തത്തിലുള്ളത്. ഞാൻ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് പറഞ്ഞു, എസ്സേ ടോപ്പിക്സുകൾ പറഞ്ഞു, റിപ്പീറ്റായിട്ട് കണ്ടുവരുന്നത് 2 മാർക്സ് 4 മാർക്സ് ഒക്കെ ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് കുറച്ചും കൂടിയും ഒരു ഐഡിയ ലഭിക്കാൻ ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു 2-3 എണ്ണം നിങ്ങൾക്ക് മറ്റൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ സാധാരണ ഈ 1 ടൈം സപ്ലിമെൻ്ററിയുടെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ പഴയത് ചെയ്യാത്തതാണ്. ഒരുപാട് കുട്ടികളുടെ റിക്വസ്റ്റ് വന്നതുകൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ലാസ്റ്റ് മൊമെൻറ്റിൽ പഠിക്കുന്ന കുട്ടികളെ ഞാൻ വീണ്ടും പറയണം, തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞ് കമൻ്റ് ഇടരുത്. കാരണം കുറേ പഠിച്ചു, ഒന്നും മാർക്ക് കിട്ടില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഫസ്റ്റ് മൊഡ്യൂൾ എസ്പെഷ്യലി ഇഷ്യൂ ഓഫ് ഷെയർസ്, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർസ്, ഇത് 2ഉം കമ്പൽസറി ആയിട്ട് നന്നായി പഠിക്കുക. ഡിബെഞ്ചേഴ്സിൻ്റെ ബേസിക് തിയറി, ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് നോക്കുക, ബൈബാക്ക് എന്താണെന്ന് നോക്കുക, തിയറി. അതിനുശേഷം ബാങ്കിങ് കമ്പനിയിലോട്ട് ചാടാം, പിന്നെ അമാൽഗമേഷനിലോട്ട് ചാടാം. അപ്പോൾ മിനിമം നിങ്ങൾ ഈ ഫസ്റ്റ് മൊഡ്യൂളും ബാങ്കിങ് പഠിച്ചാൽ തന്നെ നിങ്ങൾ പാസ്സായി എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പറയുന്നത് അവസാനം മൊമെൻറ്റിൽ പഠിക്കുന്നവർ ഈ 2 മൊഡ്യൂളെങ്കിലും പഠിച്ച് അവസാനിപ്പിക്കുക. അതിനുശേഷം അമാൽഗമേഷൻ, ഇൻഷുറൻസ് ആ രീതിയിൽ പഠിച്ച് അവസാനിപ്പിക്കുക.
എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.